ഹലോ, അപ്പോൾ നമ്മുടെ 30 ഡേ ഹോം വർക്കൗട്ട് സീരീസിന്റെ 17th ഡേ ആണെന്ന്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ബോഡി കോംബോ വർക്കൗട്ടാണ്. സ്റ്റാർട്ട് ചെയ്യാം, വാ. അപ്പോ നമ്മുടെ 17th ഡേ ആണെന്ന്. ഓക്കെ, 30 ഡേ ഹോം വർക്കൗട്ട് സീരീസിന്റെ 17th ഡേ ആണെന്ന്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ബോഡി കോംബോ ആണ് ചെയ്യാൻ പോകുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ വാമപ്പ് ഒക്കെ ഇപ്പൊ അറിയാം എന്നറിയാം. കൂടെ ചെയ്തോളൂ. റെഡി, കമോൺ. നെക്ക് റൊട്ടേഷൻ. 1, 2 ചെയ്തോ. 3, 4, 5, 6, 7, 8, 9, 10. ഈ മൈക്ക് ഇരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് ആക്കാൻ പറ്റില്ല, അതാ ഞാൻ ചെയ്തെന്ന് പറഞ്ഞ. ഓക്കെ, റെഡി. സോ ആം റൊട്ടേഷൻ. കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇങ്ങോട്ട് നിട്ടോട്ടെ. Then shoulder rotation. Come on. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. സൈഡ് പോട്ടെ. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, ഇതോടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, കാല് റൈഡ് ചെയ്ത് വെക്കുക. Then 1, 2, 3, 4, 5, 6, 7, 8, 9, come on, 10. Good. Then 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ബാക്കിലേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16,
17, 18, 19, 20. സൈഡിലേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്തത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞല്ലോ, ഒരു കോമ്പൗണ്ട് മൂവ്മെന്റ് വർക്കൗട്ട്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡംബൽ ബെൻഡ് ഓവർ റോസ് പ്ലസ് പുഷപ്സ്. ഓക്കെ, ഡംബൽ ബെൻഡ് ഓവർ റോസ് പ്ലസ് പുഷപ്സ്. അതായത് നമുക്ക് അറിയാവുന്ന വർക്കൗട്ട് തന്നെയാണ്, രണ്ട് വർക്കൗട്ടുകളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ. അതായത് നമ്മുടെ ബെൻഡ്, മുട്ട് ചെറുതായിട്ട് ബെൻഡ് ചെയ്യുന്നു, ഗ്ലൂട്സ് ബാക്കിലേക്ക് പുഷ് ചെയ്ത് അതിന്റെ കൂടെ ബെൻഡ് ആവുന്നു. കണ്ടോ കണ്ടോ, കൂടെ ബെൻഡായി. അപ്പൊ എന്റെ അപ്പർ ബോഡി സ്ട്രൈറ്റ് ആണ്, അപ്പൊ ബാക്ക് സ്ട്രൈറ്റ് ആണ്. ഓക്കെ, ഇതാ ബെൻഡ് ചെയ്തു, ഗ്ലൂട്സ് ബാക്കിലേക്ക് പുഷ് ചെയ്തു, നിന്നു. ദെൻ 1. മനസ്സിലായോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഡംബൽ എടുത്തോളൂ, പോസ്റ്ററിലേക്ക് വന്നോളൂ. റെഡി, കമോൺ. ബെൻഡ് ചെയ്യുന്നു. 1, 2, 3, 4, 5, 6, 7, come on, 8, 9, 10, 11, 12, 13, 14, 15. റിലാക്സ്. സോറി, റിലാക്സ് ആയില്ല കേട്ടോ. പുഷപ്സ്, പുഷപ്സ് മുട്ടുകുത്തി ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യുക. മുട്ടുകുത്തി ചെയ്യുന്നവർ ഇതാ 1. കണ്ടോ, നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും പോകരുത്, ഇങ്ങനെ പോകരുത്. പോകുമ്പോ ഈ മുട്ട് ബാക്കിലേക്ക് വെക്കുക. ദെൻ ഫുള്ളായിട്ട് നിങ്ങളുടെ അപ്പർ ബോഡി 1. കണ്ടോ, കൈ ഇങ്ങോട്ടല്ല, ബോഡിയോട് ചേർന്ന്. മനസ്സിലായല്ലോ? സാധാ പുഷപ്പ് ചെയ്യുന്നവരും അങ്ങനെ ചെയ്യാൻ നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഓക്കെ, ഓക്കെ, ഡംബൽസ് എടുത്തോളൂ, എടുക്കൂ. ദെൻ നമ്മൾ സ്ഥിരം ചെയ്യുന്ന റിവേഴ്സ് ലഞ്ചസ് ആണ്. റിവേഴ്സ് ലഞ്ചസിന്റെ കൂടെ 1 ബൈസെപ്സ് കേൾസ്. തിരിച്ചു വരിക. നിങ്ങൾ ഇത് ചെയ്യുന്നതിന്റെ കൂടെ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. കേട്ടോ, നിങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ ചെയ്യണമെന്നില്ല. ആദ്യം റിവേഴ്സ് ലഞ്ചസിൽ കാല് വന്നതിന് ശേഷം മാത്രം ബൈസെപ്സ് കേൾസ് ചെയ്യുക, തിരിച്ചു വരിക, കാല് തിരിച്ചു വെക്കുക. മനസ്സിലായല്ലോ? 1 തിരിച്ചു വരിക. ഓക്കെ, മനസ്സിലായില്ലേ? ആദ്യം കാല് ബാക്കിലേക്ക് വെക്കുന്നു, ദെൻ ബൈസെപ്സ് കേൾസ് ചെയ്യുന്നു, തിരിച്ചു പോയിട്ട് പിന്നെ കാലെടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുന്നു. റെഡി, ചെയ്യാം. 1, 2, 3,
5, 6, 7, 8, 9, 10. അടുത്ത കാലേ ഇതാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. ലാസ്റ്റ് വർക്കൗട്ട് എടുത്തോ, ഡംബിൾസ് എടുത്തോ. നമ്മൾ സാധാരണ ചെയ്യാറുള്ള ത്രസ്റ്റേഴ്സ്. ഡംബിൾ എടുക്കുന്നു, ഇരിക്കുന്നു, പുഷ്. ഓക്കെ, തിരിച്ചു വരുന്നു, താഴേക്ക് വെക്കുന്നു. മനസ്സിലായല്ലോ? എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. ഈ 5 മൂവ്മെന്റ് ചേരുന്നതാണ് ഒരു കൗണ്ട്. ചെയ്യാം. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാം. അതായത് ഡംബൽ ഇങ്ങനെ ഇരിക്കുന്നു, ഡംബലിനെ ഇങ്ങനെ എടുത്ത് ഇവിടെ ചെയ്യുന്നു, അതായത് ബൈസെപ്സിന് വർക്കൗട്ട്. ഓക്കെ, ദെൻ ബാക്കിലേക്ക് സ്ക്വാഡ്, പുഷ്. കണ്ടോ? തിരിച്ചിവിടെ വരുന്നു, താഴേക്ക്. മനസ്സിലായോ? റെഡി, കമോൺ, പോടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ് ആയിട്ടില്ല. പ്ലാൻ ടു പുഷപ്സ്. കൈ ഇങ്ങനെ വെക്കുക, സോറി, കൈ ഇങ്ങനെ വെക്കുക. ദെൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. അമ്മേ, അപ്പൊ ഇനി വാചോടി തുടങ്ങാം. അതായത് കുറച്ച് പേര് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ഡയറ്റ് ചോദിച്ചവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതുപോലെ കണക്ട് ആയിരിക്കാം, ഫോളോ ചെയ്യാം. ഇടയ്ക്ക് 2-3 ദിവസം ഗ്യാപ്പ് വന്നു, കുറച്ച് പ്രശ്നങ്ങളായിട്ട്. ഇന്നലെ ഞാൻ പക്ഷെ ലൈവ് ചെയ്യാൻ വന്നിരുന്നു, എൻ്റെ മൈക്ക് കംപ്ലൈന്റ് ആയല്ല, മൈക്ക് ചാർജോ തീർന്നു പോയതാ. അങ്ങനെ ലൈവ് പകുതിക്ക് വെച്ച് നിർത്തിപ്പോയി. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും. എല്ലാവരും
എന്തുകൊണ്ട് അപ്ലോഡ് ചെയ്തില്ല എന്ന് ചോദിച്ചു പലരും. ഒരുപാട് മെസ്സേജ് അയച്ചു. എന്താണ് 17th ഡേ എന്താണ് കാണാത്തത്, എന്ത് പറ്റി എന്നൊക്കെ അറിയാൻ വേണ്ടി കുറെ പേര് ചോദിച്ചു. വളരെ സന്തോഷം കേട്ടോ, വളരെ സന്തോഷം. കാരണം നമ്മുടെ വർക്കൗട്ട് കൂടെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായാൽ വളരെ സന്തോഷം. അതുകൊണ്ടാണല്ലോ കാണാത്തോട് ചോദിച്ചത്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇതിനകത്ത് ഒരു ഫിനിഷർ വർക്കൗട്ട് ഉണ്ട്. അതായത് ഇനി 2 സർക്യൂട്ട്, നമ്മളിപ്പോ ചെയ്ത് 2 സർക്യൂട്ടുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ EM OM അറിയാലോ, എവറി മിനിറ്റ് ഓൺ മിനിറ്റ്, നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. ഇപ്പൊ പറയുന്നില്ല, അത് 3rd സർക്യൂട്ടിന്റെ റെസ്റ്റിൽ പറയാം, അതായിരിക്കും നല്ലത്. അപ്പൊ ഓർക്കാലോ. പിന്നെ നിങ്ങള് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഡൺ കമന്റ് ചെയ്യുക. ഒരുപാട് പേര് ഡൺ കമന്റ് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. ഇനിയും ചെയ്യുക കേട്ടോ, കമന്റ്സ് ഒക്കെ ചെയ്യുക. എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇപ്പം പലരും കുറെ ഡിമാൻഡിങ് വീഡിയോസ് പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ, അതൊക്കെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വെള്ളം കുടിക്കട്ടോ, എല്ലാവരും വെള്ളമൊക്കെ കുടിക്ക്, നല്ല ആഹാരമൊക്കെ കഴിക്ക്, പറ്റുന്ന പോലെ ഡയറ്റൊക്കെ എടുക്ക്. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾ കണ്ടുപിടിച്ച് വർക്കൗട്ട് ചെയ്യുക. നമ്മളൊരു 1 hour തികച്ചില്ല, കൂടിപ്പോയ 45 minutes ഇത്രേ ഉള്ളൂ. 30, 40, 45 minutes ഇത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മാക്സിമം കൊണ്ടുപോകാറില്ല. അത്രയും 24 മണിക്കൂറിൽ നിങ്ങൾക്ക് അത്രയും സമയം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു എക്സ്ക്യൂസ് ആയിരിക്കത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി സമയം, ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് പോകണം, നമ്മൾ പോകത്തില്ലേ, എങ്ങനെയെങ്കിലും സമയം കണ്ടുപിടിച്ച് പോകത്തില്ലേ? അതിനേക്കാളും ഈസി ആണല്ലോ എല്ലാ ദിവസവും ഒരു 40 minutes മാറ്റി വെക്കുന്നത്, അല്ലേ? ത്രീ മിനിറ്റ്സ് ആയിരിക്കാണ്. സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. എഴുന്നേറ്റോ, ഡംബൽ എടുത്തോളൂ. ഡംബൽസ് എടുത്തിട്ട് ബെൻഡ് ഓവർ റോ പ്ലസ് പുഷപ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബെൻഡ് ഓവർ റോ, ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, ബെൻഡ് ചെയ്തല്ലോ, പോസ്റ്ററിലേക്ക് വന്നല്ലോ എല്ലാരും. റെഡി, കമോൺ. 1 2 3 4 5 6 7 8, come on, 9 10 11 12 13, come on, 14 15. താഴെ വെക്കുന്നു, പുഷപ്സ് ചെയ്യുന്നു. 1 2 3 4 5 6 7, come on, 8 9 10. Okay, 30-second rest. ഞാൻ കുറച്ച് ദൂരെയാണ് വീഡിയോ വെച്ചിരിക്കുന്നത്, കാരണം എന്നെ ഫുള്ളായിട്ട് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി. ഇതിന്റെ വലിയ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം, ഡയറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോ എഴുന്നേറ്റോ. ഓക്കെ, എഴുന്നേറ്റിട്ട് റിവേഴ്സ് ലഞ്ചസ് പ്ലസ് ബൈസെപ്സ് കേൾസ്. റിവേഴ്സ് ലഞ്ചസ് പ്ലസ് ബൈസെപ്സ് കേൾസ്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാക്കിലേക്ക് 1, come on, 2 3 4 5 6 7 8 9 10. അടുത്ത,
Come on. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. ഉച്ചയായതുകൊണ്ട് ഇപ്പോൾ ഉച്ചയാണ്. സാധാരണ നമ്മൾ ഈവനിങ് ആണ് വീഡിയോസ് ചെയ്യാറുള്ളത്. ഇന്ന് ഉച്ചയാണ്, അതുകൊണ്ട് നല്ല ടയർഡായിട്ടുണ്ട്. ഓക്കെ, എഴുന്നേറ്റോ, ഡംബിൾസ് എടുത്തോ, റെഡി, കമോൺ. ദാ ത്രസ്റ്റേഴ്സ് വയ്ക്കുന്നു, സ്ക്വാട്ട് ചെയ്യുന്നു, പുഷ് വരുന്നു താഴേക്ക്. ഓക്കെ, റെഡി, കമോൺ, സെറ്റ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, plank to push-ups. The 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോ കുറെ പേര് ഷുഗർ കട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഷുഗർ കട്ട് ചെയ്യാന്ന് പറഞ്ഞ ഷുഗർ കട്ട് ചെയ്തിട്ട് ശർക്കര ആക്കട്ടെ, തേൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല കേട്ടോ, എല്ലാ കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് ഉള്ളിൽ ചെല്ലുന്നത്. സോ പഞ്ചസാര കട്ട് ചെയ്ത് ശർക്കരയാക്കുന്നതുകൊണ്ടോ പഞ്ചസാര കട്ട് ചെയ്ത് തേനാക്കുന്നതുകൊണ്ടോ ഒരു പ്രയോജനവും. ഓക്കെ, പിന്നെ ഈ ഷുഗർ കഴിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുൾ ടൈം ജിലേബി ലഡു അതൊക്കെ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ചിലപ്പോൾ 2 ചായയിലായിരിക്കും ഷുഗർ കഴിക്കുന്നത് അല്ലേ? അത്രയൊന്നും വലിയ കാര്യമൊന്നുമല്ല. ബാക്കി ഡയറ്റ് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ, കേട്ടോ. ചെയ്യേണ്ടത് ഒന്നും പാടെ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, എല്ലാത്തിലും കൺട്രോൾ വരുത്തുക ചെയ്യേണ്ടത്. മനസ്സിലായോ? വേണ്ടത് കഴിക്കുക, വേണ്ടാത്തതും ഒഴിവാക്കുക. വേണ്ടാത്ത സാധനങ്ങൾ ചില സമയത്ത് നമുക്ക് കഴിക്കേണ്ടി വരും ചില ഫംഗ്ഷനിലൊക്കെ. അത് ഒരു നേരം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നല്ല ആഹാരം കഴിച്ചു പോവുക എന്നുള്ളതായിരിക്കണം. ഇടയ്ക്ക് ചില അങ്ങോട്ടും ഇങ്ങോട്ടും പാളിച്ചയൊക്കെ പറ്റും, അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല കേട്ടോ. പക്ഷെ നല്ല ആഹാരം കഴിച്ച് നല്ല കറക്റ്റ് സമയത്ത് കഴിച്ച് പോവുക എന്നുള്ളത് അതാണ് പ്രധാന കാര്യം.
പ്രോട്ടീൻ റിച്ച് ആയിട്ട് ആഹാരം കഴിക്കാൻ ട്രൈ ചെയ്യുക. എന്നും പറഞ്ഞ് ഈ ചോറ് പാടെ ഒഴിവാക്കുന്നത്, എന്താ അങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം പാടെ ഒഴിവാക്കി പ്രോട്ടീൻ മാത്രം കഴിക്കുക, ഇതൊക്കെ മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാർബോഹൈഡ്രേറ്റിന്റെ നമ്മൾ കഴിക്കുന്നതിന്റെ അളവൊന്ന് കുറച്ചു കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പഞ്ചസാരയും ആയാലും എല്ലാം ആയാലും കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളിൽ ചെല്ലുന്നത്. സോ അതിന്റെ അളവൊന്ന് കുറച്ചു കൊണ്ടുവരിക, പ്രോട്ടീൻ അളവ് കൂട്ടുക. ഓക്കെ, ചോറ് കുറയ്ക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല, പക്ഷെ ആ സ്ഥാനത്ത് കുറച്ചുകൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് കാര്യങ്ങൾ കഴിക്കണം. മനസ്സിലായോ? നമ്മുടെ ഒരാളുടെ ബോഡി വെയിറ്റ് ഇൻറ്റു 1 gram ഓഫ് പ്രോട്ടീൻ ഒരാൾ കഴിക്കണമെന്നാണ് പറയുന്നത്. ബോഡി വെയിറ്റ് ഇൻറ്റു 1 gram ഓഫ് പ്രോട്ടീൻ. ആരെങ്കിലും കഴിക്കുന്നുണ്ടോ അങ്ങനെ? ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ അങ്ങനെ? അപ്പോ നല്ല കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയെ കുറിച്ച് പറഞ്ഞതും നമ്മൾ ചെയ്യുന്ന രീതിയെ കുറിച്ച് പറഞ്ഞതും ഒക്കെ പറഞ്ഞവരുണ്ട്. താങ്ക്സ്, വളരെ നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഇനിയും കൂടെ ഉണ്ടാവുക. നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട്, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു ഇത് കിട്ടുന്നത്, എന്താ എനർജി കിട്ടുന്നത്. ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഇപ്പൊ തന്നെ വെളിയിൽ വെച്ചും 2-3 പേരെ കണ്ടിട്ട് നല്ല വീഡിയോസ് ആണെന്ന് പറഞ്ഞവരുണ്ട്. എനിക്കറിയാത്തവർ, പക്ഷെ അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് തന്നത്. സോ സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ ഇനിയും നല്ല വീഡിയോസും നല്ല വർക്കൗട്ട് വീഡിയോസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സർക്യൂട്ട്. എടുത്തോ, ഡംബൽ എടുക്കുക, ബെൻഡ് ചെയ്യുക, ബെൻഡ് ഓവർ റോ. ഓക്കെ, ബെൻഡ് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 10 11, come on, 12 13 14 15 push-ups. Come on. 1 2 3 മുട്ടൂത്തി ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. 4 5 6 7 അല്ലാതുള്ളൊരു 8 9 10. നല്ല രസമല്ലേ ഈ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഒരു സുഖം? പലർക്കും മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ ഭയങ്കര ഫ്രീ ആയതുപോലെ മനസ്സിലായിട്ടുണ്ടോ? ബോഡി ഭയങ്കര ലൈറ്റ് ആയതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഈ 30 ഡേ പ്രോഗ്രാമിന്റെ ഈ 17th ഡേ വരെ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്തൊരു മണം. ഓക്കെ, വാ സ്റ്റാർട്ട് ചെയ്യാം. ഡംബൽ എടുത്തോളൂ. ഓക്കെ, ഡംബൽ എടുത്തിട്ട് റിവേഴ്സ് ലഞ്ചസ് പ്ലസ് ബൈസെപ്സ് കേർൾസ്. 1 2 3 4 5 6 7 8 9 10. അടുത്ത കാല് 1 2 3 4 5 6 7 8 9 10.
അടുത്ത് ചെയ്യാം. ഓക്കെ, ഡംബൽ എടുത്തോളൂ. Then നോക്കിയോ, 1 2 3 4 5 6 7 8 9, last one, 10. Sorry, 10. Oh, good. The plank, 2 push-ups. 1 2 3 4 5 6 7 8 9 10. അപ്പോ അടുത്തത് ഒരു EMOM ആണ്. EMOM എന്താണെന്ന് നമ്മൾ മുമ്പേ 2-3 വർക്കൗട്ട്സിൽ ചെയ്തിട്ടുണ്ട്, എങ്കിലും പറയാം. EMOM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി മിനിറ്റ് ഓൺ മിനിറ്റ് എന്നാണ് വർക്കൗട്ടിന്റെ പേര്. അതായത് നമ്മൾ 1 മിനിറ്റിൽ, ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 6 മിനിറ്റ്സ് വർക്കൗട്ട് ആണ്. ഓക്കെ, 6 മിനിറ്റിൽ ആദ്യത്തെ 1 മിനിറ്റിൽ ഒരു വർക്കൗട്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡെഡ് ലിഫ്റ്റും ഡംബൽ ഡെഡ് ലിഫ്റ്റും 6 ബർപ്പീസും നമ്മൾ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ആ 1 മിനിറ്റിൽ, ഇത് 1 മിനിറ്റ് എടുത്താൽ മതി. ആ 1 മിനിറ്റിൽ എത്ര സമയം കൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കുന്നോ, ഇപ്പൊ നമ്മളത് 15 മിനിറ്റ് കൊണ്ടാണ് ചെയ്ത് തീർത്തുണ്ടെങ്കിൽ ബാക്കി 15 സെക്കൻഡ് നമ്മൾ ചെയ്ത് തീർത്തുണ്ടെങ്കിൽ ബാക്കി വരുന്ന സെക്കൻഡ്സ്, അതായത് 1 മിനിറ്റ് തികയാൻ ബാക്കി വരുന്ന സെക്കൻഡ്സ് അത്രയും നമ്മുടെ റെസ്റ്റ് ടൈം ആണ്. നമ്മൾ 30 സെക്കൻഡ്സ് കൊണ്ടാണ് ചെയ്ത് തീർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന 30 സെക്കൻഡ്സ് ആണ് നമ്മുടെ റെസ്റ്റ് ടൈം. അതുപോലെ ഓരോ മിനിറ്റും ചെയ്ത് 6 മിനിറ്റ്സ് ചെയ്യുക. നിങ്ങൾക്ക് 15 സെക്കൻഡ് കൊണ്ട് ചെയ്യാം, 20 സെക്കൻഡ് കൊണ്ട് ചെയ്യാം, 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. 30 സെക്കൻഡ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി 30 സെക്കൻഡ്, 20 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60 സെക്കൻഡ്, 40 സെക്കൻഡ്. മനസ്സിലായോ? അങ്ങനെ റെസ്റ്റ് എടുക്കാം. മനസ്സിലായല്ലോ? 1 മിനിറ്റിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിന്റെ ബാക്കി വരുന്ന സെക്കൻഡ്സ് ആണ് റെസ്റ്റ്. പിന്നെ സെക്കൻഡ് മിനിറ്റിൽ, അതായത് രണ്ടാമത്തെ മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ,
എന്താ ചൂട്. അപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഡെഡ് ലിഫ്റ്റ് ആണ്. നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഡംബൽ ഇങ്ങനെ പിടിക്കുന്നു, ഇതാ ബാക്കിലേക്ക് ഇങ്ങനെ പോയി, ഈ മുട്ട് ചെറുതായിട്ട് കേട്ടോ, ഇതാ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പോയി താഴേക്ക് വന്ന്, എന്റെ പോസ്റ്റർ കണ്ടോ, പോയി, ഓക്കെ, ഇതാ ബാക്കിലേക്ക് പോയി താഴേക്ക് വന്നു, കണ്ടോ എന്റെ മുതുക് സ്ട്രൈറ്റ് ആണ്, ഞാൻ ഗ്ലൂട്സ് ബാക്കിലേക്ക് പുഷ് ചെയ്ത്, ഇത് ചെറിയ ബെൻഡ് ആണ്, ഞാൻ ഇങ്ങനെ പോയിട്ടില്ല, ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു സെഡ് പോലെയാണ് നിൽക്കുന്നത്, കണ്ടോ ഇതാ, മനസ്സിലായോ? അതായത് മുട്ട് ബെൻഡ് ചെയ്തു, ബാക്കിലേക്ക് ഗ്ലൂട്സ് പുഷ് ചെയ്ത് പോയി, വെയിറ്റിന് താഴേക്ക് ഞാൻ കൊണ്ടുപോയി, അപ്പൊ ഇവിടെയൊക്കെ സ്ട്രെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു വന്നു, മനസ്സിലായോ? ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ ബർപ്പീസ് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ രണ്ടാമത് ചെയ്യുമ്പോൾ മനസ്സിലാവും. സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അപ്പോൾ ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. 6 minutes ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 6 minutes ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നു, റെസ്റ്റ് എൻ്റെ കൂടെ ചെയ്തു, എൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്തോ. 1, come on, 2, 3, 4, 5, 6. ഓക്കെ, ഇനി ഹാഫ് ബർപ്പീസ് എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുക. 1, 2, 3, 4, 5, 6. അത്രയും മതി. മനസ്സിലായോ? Come on, ready? എടുക്കുന്നു. 1, 2, 3, 4, 5, 6. Half burpees. 1, 2, 3, 4, 5, 6. എടുത്തോ. Come on. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. സംസാരിക്കുന്നില്ല, എനർജി സേവ് ചെയ്യട്ടെ. അയ്യോ,
Come on. Come on, come on, come on. Hold on. 1. Come on. 2. Hold on. 3. 4. 5. Come on. 6. 1. 2. 3. 4. 5. 6. Heavy അല്ലേ? ബടാ ഹെവി. അയ്യോ അയ്യോ. രണ്ട് സെറ്റ് കൂടെ ഉള്ളു കേട്ടോ. Come on, let's do it. 1, 2, 1, 3, 4, 1, 5, 6. Come on. 1, 2, 3, 4, 5, 6. Last and final set. Okay, ready? Edutho, guys. 1, 2, come on, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. അയ്യോ അയ്യോ അയ്യോ. എന്റെ അമ്മോ, പൊളിച്ചു കേട്ടോ. ഇത്രേ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ കട്ടിക്ക് ചെയ്യാൻ നിൽക്കണ്ട. പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ കുറച്ച് കട്ടിയാക്കിയതാണ്. 3rd വീക്ക് ആണല്ലോ. സോ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പറ്റുമെങ്കിൽ ചെയ്യുക, പറ്റിയില്ലെങ്കിൽ ഒത്തിരി ചെയ്യേണ്ട. അല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. EMOM അല്ലാതെ വേണമെങ്കിൽ കുറച്ചുകൂടെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സ്ട്രെച്ച് ചെയ്യാം. ഇരുന്നിട്ട് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, സ്ട്രെച്ച് ചെയ്തോളൂ കംപ്ലീറ്റ് ആയിട്ട്. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ട്രെച്ച് ചെയ്തോ. Come on, ready? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. What? 1, 2, 3, 4, 5, 6, 7, 8,
9, 10. വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പൊ ബൈ. നാളെ 18th ഡേ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.